സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ നൽകണം, അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകണം. ജനങ്ങളുടെ ശബ്ദം, ജനങ്ങളുടെ വിഷയങ്ങൾ എല്ലാം പറയുകയാണ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്തി, വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയും അതിലെ കള്ളക്കണക്കുകളെക്കുറിച്ചും കള്ള ലിസ്റ്റിനെ കുറിച്ചൊക്കെ വലിയ വ്യാപകമായ ചർച്ച നടക്കുകയാണ്. വയനാടിൽ 1 ലക്ഷം ചേർത്തുവെന്ന് BJPയുടെ ആരോപണം, 10,70,000 വോട്ട് തൃശ്ശൂരിൽ ചേർത്തുവെന്ന് കോൺഗ്രസ്സുകാരുടെയും CPMൻ്റെയും CPIയുടെ ആരോപണം. അങ്ങനെ പിന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും ആരോപണം. രാജ്യത്താകെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഈ രാജ്യത്തും കേരളത്തിലുമൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പല്ലേ ഈ ആളുകളെ ചേർക്കുന്നതും ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതും? ജില്ലാ കളക്ടർമാരല്ലേ ഇതുമായി ബന്ധപ്പെടുത്തി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ആരാണ് ശരിക്കും? അവർക്ക് ഉദ്യോഗസ്ഥരില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുള്ളവർ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ മിസ്സായിപ്പോയി പേര്. മിസ്സായാൽ ആദ്യം അക്ഷയ സെൻറ്ററിൽ പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം. എന്നിട്ട് കോർപ്പറേഷനിൽ പഞ്ചായത്തിലോ ആണെങ്കിൽ ഹിയറിങ്ങിന് പോകണം. ആൾ തന്നെ നേരിട്ട് പോകണം, ആധാർ കൊണ്ടുപോകണം, SLC ബുക്ക് കൊണ്ടുപോകണം. വലിയ സന്നാഹമാണ്. എങ്കിലേ ഇത് തിരുത്തി കൊടുക്കുള്ളൂ, ചേർത്ത് കൊടുക്കുള്ളൂ. ഇത്രയും സന്നാഹമുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇതൊക്കെ വന്നത്? ഗൗരവമായ ചോദ്യമാണ്. അതുപോലെ തന്നെ BLOമാരുണ്ട്, അവർ തെറ്റ് ചെയ്തെന്നാണോ? അതുപോലെ ഓരോ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഓഫീസേഴ്സും ലിസ്റ്റുമുണ്ട്. ഇപ്പോൾ പല വീടുകളിലും കോൺഗ്രസ്സുകാരും BJPക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ആ ലിസ്റ്റുമായിട്ട് പോകും, പോയി വെരിഫൈ ചെയ്യും. അങ്ങനെ സർക്കാർ തലത്തിലുള്ള വെരിഫിക്കേഷൻ, രാഷ്ട്രീയ പാർട്ടികളുടെ വെരിഫിക്കേഷൻ, ഇതെല്ലാം നടന്നതിന് ശേഷവും ഇത്രയും കുഴപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ പണിയെടുത്തിരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ആരൊക്കെയോ ഇതിനകത്ത് ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാരാണ്, എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ രാജൻ തൃശ്ശൂരിൽ സുനിൽകുമാർ തോറ്റുപോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം രാജനുള്ളതാണ്, CPIയുടെ മന്ത്രി, റവന്യൂ മന്ത്രി. കാരണം നിങ്ങളല്ലേ ഇത് ചേർത്തത്. അപ്പോൾ തീർച്ചയായും ഇത് ഗൗരവമായ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം രാജ്യത്തൊരു വലിയ കാറ്റ് പോലെ വന്നു. അത് കൊടുങ്കാറ്റാകുന്നില്ല. എന്തുകൊണ്ടോ? അത് ഇലക്ഷൻ കമ്മീഷൻ കൂടി വന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അത് കൊടുങ്കാറ്റൊന്നും ആകാത്തത്. പക്ഷേ രാഹുൽ ഗാന്ധി തെരുവിലുണ്ട്, സമരത്തിലൊക്കെയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. റവന്യൂ മന്ത്രി രാജൻ ഇതിനകത്ത് മറുപടി പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും റവന്യൂ വകുപ്പാണ് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട റോൾ എടുത്തത്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ള തിരുത്തപ്പെടണം. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ടിക്കാറാം മീണ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കണം. തീർച്ചയായും അത് പരിശോധിക്കണം. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. അത് പരിശോധിക്കണം, നടപടികളുണ്ടാവണം. അതേസമയം തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുമുണ്ട് ഈ വോട്ടർ ലിസ്റ്റിൽ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആരാണ് പ്രതി, ആരാണ് തെറ്റ് ചെയ്തതെന്ന് കാലം കണ്ടുപിടിക്കട്ടെ. അതിനുള്ള അന്വേഷണവും തെളിവെടുപ്പൊക്കെ നടക്കട്ടെ. കൃത്യമായി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കണം. ഉള്ള പരാതികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുക്കണം. കള്ളന്മാരാരെങ്കിലും കള്ള ലിസ്റ്റിൽ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റിക്കണം. ജനാധിപത്യത്തിൽ നല്ല ലിസ്റ്റുമായി സുതാര്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ജനാധിപത്യത്തിന് അത് വളരെ അനിവാര്യമാണ്, ആവശ്യവുമാണ്.